എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കണ്ടിട്ട് 2-3 മാസമായി. അതിന് കാരണം ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനും ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് വർക്കുകളൊക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഞാനൊരു സ്റ്റുഡിയോ നടത്തുകയാണ്, റെക്കോർഡിങ്ങിൻ്റെ സ്റ്റുഡിയോ നടത്തുകയാണ്. അപ്പോൾ അതുമായിട്ട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് വർക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ഇരുന്ന സ്റ്റുഡിയോയിലൊരൽപ്പം ചേഞ്ച് ആക്കിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറുകയൊക്കെ ചെയ്തു. അതിൻ്റെ പുറകെ നടക്കേണ്ടി വന്നു. പിന്നെ എൻ്റെ വീട് പണി നടക്കുന്നുണ്ട്. ഇതെല്ലാമായിട്ട് ഞാൻ നല്ല തിരക്കിലായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് വന്നിരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഒരുപാട് സംഭവം മിഡിൽ ഈസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ ഇങ്ങനെ സ്ഥിരമായി കാണുന്നുണ്ടെങ്കിലും വായിക്കുന്നുണ്ടെങ്കിലും എനിക്കത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എനിക്കിൻ്റെ സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഏതാണ്ടെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് എൻ്റെ തിരക്കുകളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വാർത്തയുമായി നിങ്ങളുടെ മുന്നിൽ വരികയാണ്. വാർത്ത ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് ഏറ്റവും സത്യസന്ധമായ രീതിയിൽ ചെയ്യണം എന്നൊരു നിർബന്ധമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചുമ്മാ പറഞ്ഞിട്ട് പോകാൻ എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ ന്യൂസ് ചെയ്യാത്തത്. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഇടാമായിരുന്നു. ഇനി ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരിതിനും മടിയുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചൊക്കെ. എന്തായാലും ഞാൻ പുതിയ വാർത്തയുമായി നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഏതാണ്ടൊരു യുദ്ധത്തിൻ്റെ, അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ് കാര്യങ്ങളൊക്കെ. അത് ചിലപ്പോൾ നടക്കുമൊന്നുമില്ലായിരിക്കും. ഒരുതരം സമ്മർദ്ദ തന്ത്രമാണ് അമേരിക്ക പ്രയോഗിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ യുദ്ധവും സംഭവിച്ചേക്കാം. പക്ഷേ അഥവാ യുദ്ധമുണ്ടായാൽ തന്നെ അതൊരു വലിയ ഒരു പ്രതിസന്ധി തന്നെയാവും ലോകത്ത് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കുക. നമ്മൾ ഇന്ത്യയൊക്കെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുക തന്നെ ചെയ്യും കേട്ടോ, യുദ്ധം ഉണ്ടായാൽ തന്നെ. ഇനി പഴയതുപോലെ കേവലം 10 ദിവസം അടിച്ച് നിർത്തിപ്പോകാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ഇറാൻ അതിനെ അനുവദിക്കില്ല എന്നൊരു നിലപാടാണ് അവർ. കാരണം രണ്ടിലൊന്നും അറിയണം, ഒന്നിലെ വെള്ളമോ പാറ എന്തെങ്കിലും. കാരണം അമേരിക്കയുടെ ശല്യം ഒഴിവാക്കേണ്ടത് അവരുടെ ആവശ്യമായി വന്നിരിക്കുകയാണ്. മരണമെങ്കിൽ മരണം, അല്ലെങ്കിൽ അന്തസ്സായി ജീവിക്കുക. ഈ ഒരു നിലപാട് ഇറാൻ എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അമേരിക്കയോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് യുദ്ധം ചെയ്ത് തന്നെ തീർക്കാം, അല്ലാതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഉപരോധം കേട്ട് കാലങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് ഒരു കാര്യമൊന്നുമില്ല. നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ക്ഷണിച്ചിരിക്കുകയാണ്. ട്രംപ് വന്ന് ഇവിടെ വന്ന് കിടപ്പുണ്ട് താനും. ഇനി അടിയങ്ങ് ആരംഭിച്ചാൽ മതി. അമേരിക്കയ്ക്കും ഇസ്രയേലിനും കടുത്ത ഭയം വിതച്ച് വളരുന്ന ഇറാൻ്റെ ആയുധശക്തിയെയും അവരുടെ ആണവ കേന്ദ്രത്തിൻ്റെയും കരുത്ത് നേരിട്ട് ബോധ്യപ്പെടാനും, ഇനി അഥവാ വെറുതെയാണെങ്കിൽ അതും ഇപ്പോൾ ലോകത്തിന് കാണിച്ചു തരാം എന്ന മട്ടിലൊക്കെയാണ് ഇപ്പോൾ ട്രംപ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് അനുമതി നൽകിയാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാനിൽ ഒരു 2-3 ചെറിയ ആക്രമണങ്ങൾ ഞാൻ നടത്തും എന്നൊക്കെയാണ് പെൻറ്റഗൺ പറയുന്നത്. ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ സർക്കാർ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് മാത്രമായിരിക്കും ആക്രമണം ഉണ്ടാവുക എന്ന് അമേരിക്കൻ സൈനിക നേതൃത്വവും പെൻറ്റഗണൊക്കെ പറയുമ്പോൾ, എല്ലാ രാജ്യവും വെനിസ്വേലയെ പോലെ ആയിരിക്കണമേ കർത്താവേ എന്ന് ട്രംപ് വാഷിങ്ടൺ ചർച്ചിൽ വലിയ മെഴുകുതിരി കത്തിച്ച് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവണം. കാരണം വെനിസ്വേലയിലെ പ്രസിഡന്റിനെ കിടക്കപ്പായും കട്ടിലും സഹിതമാണ് ക്രെയിനിൽ പൊക്കിയെടുത്ത് അമേരിക്കയിൽ കൊണ്ടുപോയി ജയിലിലിട്ടിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതൊരു വലിയ തെമ്മാടിത്തരമാണ്. ലോകത്ത് ആരും അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് ട്രംപ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇറാനിൽ നിന്നും അലിയ ഖാംനെയും കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും ഒക്കെ ഇതുപോലെ തൂക്കിയെടുത്ത് അമേരിക്കൻ ജയിലിൽ കൊണ്ടുപോയി ഇട്ടുകൊണ്ട് ഇറാനിൽ പട്ടിണിയാണെങ്കിലും അവരുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ള സമ്പത്തും അവരുടെ എണ്ണയും എല്ലാം കൊള്ളയടിച്ചെടുക്കണം എന്നൊരു ആഗ്രഹം ട്രംപിൻ്റെ ഉള്ളിൽ വല്ലാതെ വളർന്നു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഇനി ഇറാനിൽ ചെറുതായി പോയി ഒരു ആക്രമണം നടത്തിയാൽ പോലും ഉടൻ തന്നെ ഞങ്ങളുണ്ടാക്കിയ സകല യുറേനിയൻ ബാലിസ്റ്റിക് മിസൈലുകളും ഇനി തലേന്ന് വെച്ച മീൻകറി പോലും ചട്ടിയോടെ എടുത്ത് അടുക്കളപ്പറമ്പിലേക്ക് എറിഞ്ഞ് കാൽക്കൽ വീണ് ആണവ കരാറിനുള്ള തൻ്റെ നിബന്ധനകൾ അവർ അംഗീകരിക്കും എന്നൊക്കെയാണ് ട്രംപ് കരുതിയിരിക്കുന്നത്. എന്നാൽ ട്രംപ് ഇങ്ങനെ വിശ്വസിക്കുമ്പോൾ, അഥവാ ഇനി ഇറാനെ ആക്രമിക്കാൻ ട്രംപ് ധൈര്യം കാണിച്ചാൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ താവളങ്ങൾ, മറ്റ് സൗകര്യങ്ങൾ, ആസ്തികൾ എന്നിവയെല്ലാം ആക്രമിച്ച് ചുട്ടരിക്കുമെന്ന് മാത്രമല്ല, ഇനി മിഡിൽ ഈസ്റ്റ് എന്ന് കേട്ടാൽ അമേരിക്ക നിക്കറിൽ മൂത്രമൊഴിക്കുന്ന തരത്തിലാക്കുമെന്ന് ഇറാൻ പരസ്യമായി തന്നെ പറയുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പരാജയം സംഭവിച്ചാൽ അത് പശ്ചിമേഷ്യയിൽ പുതിയൊരു ലോകക്രമത്തിനാവും സാധ്യത വരുത്തുക. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് ഇരിക്കാൻ ചന്തി കാണില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. വൻ നഷ്ടമാവും അതിലൂടെ അമേരിക്കയ്ക്ക് സംഭവിക്കുക.
അതുകൊണ്ട് തന്നെ യുദ്ധം ആരംഭിച്ചാൽ തന്നെ അത് വലിച്ചു നീട്ടാതെ വേഗം അവസാനിപ്പിച്ച് സ്വയം വിജയം പ്രഖ്യാപിച്ച് തിരിച്ചു പോകാനാവും അമേരിക്ക ശ്രമിക്കുക. കാരണം അവർക്കിപ്പോൾ ഒരു ആക്രമണം നടത്താതെ തിരിച്ചു പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ഒന്നുകിൽ ഇറാനുമായി ഒരു കരാർ ഉണ്ടാക്കുക, അതല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുക എന്നൊരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ അമേരിക്ക ഉള്ളത്. അതുകൊണ്ട് അവർക്ക് പേരിനെങ്കിലും ഒരാക്രമണം ഇപ്പം നടത്തിയേ പറ്റൂ. ആ ഒരവസ്ഥ ഇപ്പം വന്നിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ചെയ്തതും കണ്ടതും വെച്ചതൊക്കെ നോക്കുകയാണെങ്കിൽ ഇറാൻ പറഞ്ഞത് വിശ്വസിക്കുന്നതാണ് നല്ലത്. ഇറാൻ്റെ ആക്രമണം നേരിട്ട ഇസ്രായേൽ ഇപ്പോഴും മുട്ടുകാലിൽ നിന്നും എഴുന്നേറ്റിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം. ഗാസയുടെ മുന്നിൽ പോലും വെടിനിർത്തൽ ഇരന്ന് വാങ്ങിയിട്ടാണ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാനായത് എന്ന് നമ്മൾ മറന്നുകൂടാ. ഈ ഒന്നും ചെയ്യാൻ കഴിയാതെ വീടിന് മുന്നിലുള്ള റോഡിൽ നിന്ന് തുണിമുക്കി കാണിച്ച് തെറി പറയുന്ന കുടിയൻ്റെ അതേ സ്വഭാവമാണ് ഇപ്പോൾ ട്രംപിനുള്ളത്. അയാൾ വെറുതെ ഇറാനെ ഇങ്ങനെ പ്രകോപിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ അഭിമാനമൊന്നും അയാൾക്ക് പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ ശക്തനോട് സന്ധി ചെയ്തും ദുർബലിനെ ചവിട്ടി ഒതുക്കിയും ഒരു നാടകീയ കരത്തിൻ്റെ മാറാപ്പം ചുമന്നുകൊണ്ടാണ് അമേരിക്ക ഇതുവരെ ലോകത്ത് നിലനിന്നിരുന്നത്. അതിപ്പോൾ ഏതാണ്ട് പൊളിഞ്ഞു വീഴാൻ പോവുകയാണ്. ഇന്ന് ട്രംപായിട്ടത് പൊളിച്ച് കൈ കൊടുക്കും എന്നുള്ളതാണ് വാസ്തവം. മറുവശത്ത് റഷ്യ, ചൈന, കൊറിയൻ, ഇറാൻ കൂട്ടുകെട്ടുണ്ടായിക്കഴിഞ്ഞു. അമേരിക്കയെ സംബന്ധിച്ച് ഇതൊരു അഴിയാ കുരുക്കാണ് ഈ പശ്ചിമേഷ്യ എന്ന് പറയുന്നത്. ഇനി അവർക്ക് യുദ്ധം ചെയ്യാതിരിക്കാനാവില്ല. അമേരിക്കയെ മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിറക്കുക എന്ന തന്ത്രം ഇറാനും റഷ്യയും ചൈനയും അടങ്ങുന്ന ഗ്രൂപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നു എന്ന് വേണം ഇറാൻ്റെ വെല്ലുവിളിയിൽ നിന്നും മനസ്സിലാക്കാൻ. പഴയ മൃദുവായ ഭാഷ ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്കൊപ്പം പഴയതുപോലെ കയ്യും മെയ്യും മറന്ന് ഇടപെടാൻ യൂറോപ്പും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. കാരണം റഷ്യ യൂറോപ്പിനെ ആക്രമിക്കുമെന്ന് നിരന്തരം ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ ഇനി പശ്ചിമേഷ്യയിൽ ഈ അമേരിക്കയെ രക്ഷിക്കാൻ വേണ്ടി യൂറോപ്പിലെ രാജ്യങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്ക് മേൽ റഷ്യയുടെ ആക്രമണം ഉണ്ടാകാൻ വളരെയധികം സാധ്യതയാണ്. അല്ലെങ്കിൽ റഷ്യയുടെ നോട്ടപ്പുള്ളി ആവുകയാവും സംഭവിക്കുക. ഇത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഭയമുണ്ട്. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാതെ പുടിൻ ഇപ്പോഴും പിടിച്ചു നിർത്തിയിരിക്കുന്നത് അമേരിക്കൻ സ്വാധീനം കുറയ്ക്കാനാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഏകധ്രുവ ലോകത്തെ തകർക്കണമെന്ന് പുടിൻ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. യുദ്ധം നീണ്ടുപോകുന്നതിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തികവും സൈനികവുമായ വിഭവങ്ങൾ ക്ഷയിപ്പിക്കാമെന്നും അതുവഴി അമേരിക്കയുടെ ആഗോള മേധാവിത്വം കുറയ്ക്കാമെന്നും പുടിൻ കണക്ക് കൂട്ടുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് തിരിച്ചടി എന്ന രീതിയിൽ റഷ്യൻ എണ്ണ വാങ്ങി ആരും റഷ്യയെ സാമ്പത്തികമായി സഹായിക്കരുത് എന്ന് ട്രംപ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് നമ്മളറിയണം. ഇപ്പോൾ ഇറാന് സമീപം ജനുവരി അവസാനം മുതൽ അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളിലൊന്നായ എബ്രഹാം ലിങ്കൺ എത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൽ അത്യന്താധുനിക A-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളും പിന്നെ മറ്റ് അനേകം അറ്റാക്കിംഗ് വിമാനങ്ങളൊക്കെ ഉണ്ട്. മറ്റൊരു കപ്പലായ ജെറാൾഡ് ആർ ഫോൾഡ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അടുത്ത ദിവസം വരും കേട്ടോ. പിന്നെ ക്രൂയിസ് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള 13ഓളം കപ്പലുകൾ പേർഷ്യൻ, ഗൾഫ്, ചെങ്കടൽ, മെഡിറ്ററേനിയൻ കടൽ ഇവിടങ്ങളിലൊക്കെ കൊണ്ടിട്ടിരിക്കുകയാണ്. അതായത് യുദ്ധത്തിലുള്ള എല്ലാവിധ സന്നാഹവും ട്രംപ് ഒപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഇനിയൊരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകൂ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സന്നാഹമാണ് ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇറാനെ പ്രഷറിലാക്കുക, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ പ്രഷറിലാക്കുക എന്നൊരു തന്ത്രമാണ്. ഇതൊരു യുദ്ധത്തിൻ്റെ മറ്റൊരു തന്ത്രമാണ്. കാരണം മറുപക്ഷത്ത് നിൽക്കുന്ന ശത്രു രാജ്യത്തെ പ്രഷറിലാക്കിക്കൊണ്ട് യുദ്ധം നടത്താതെ തന്നെ ഇവരെ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തിക്കൊണ്ട് പോവുക. അതാണ് ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും രസകരം എന്തെന്നാൽ ഈ വന്ന പല കപ്പലുകളും ചെങ്കടലിൽ നിന്നും ഹൂത്തികളുടെ അടി കൊണ്ട് തിരിച്ചോടിയിട്ടുള്ളതാണ്. സംഗതിയൊക്കെ ശരിയാണ്. പക്ഷേ ട്രംപിൻ്റെ ഇത്തരം നീക്കങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ യാതൊരു വിലയില്ലാതെ വന്നിരിക്കുകയാണ്. ഇതൊക്കെ ട്രംപിൻ്റെ വെറും ഈ തന്ത്രം, അതായത് ചുമ്മാ പേടിപ്പിക്കാൻ ഈ ഉള്ള പരിപാടിയായിട്ടാണ് എല്ലാവരും വിലയിരുത്തുന്നത്. അതിൽ യുദ്ധമൊന്നും ചെയ്യില്ല എന്ന് പറയുന്നവരുമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഒരു കരാർ എഴുതി വാങ്ങാൻ വേണ്ടി ട്രംപ് ശ്രമിച്ചിട്ട് വഴങ്ങാത്തതുകൊണ്ടാണ് അവരിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരാർ എന്നത് ഇറാൻ ഉണ്ടാക്കുന്ന ബാലിസ്റ്റിക് മിസൈലല്ല, ആണവായുധങ്ങൾ, ഇതൊന്നും ഇസ്രായേലിന് മേൽ പ്രയോഗിക്കുക എന്ന് മാത്രമാണ് ട്രംപ് ഉദ്ദേശിക്കുന്ന കരാർ. ഇസ്രായേലിനെ തൊടാൻ പാടില്ല, ഇസ്രായേൽ സുരക്ഷിതമായിരിക്കണം. കാരണം ഇസ്രായേൽ വല്ലാതെ ഭയന്നിരിക്കുകയാണ്. കാര്യം ട്രംപ് ഇങ്ങനെയൊക്കെ ആയുധങ്ങളും കപ്പലും എല്ലാം കൊണ്ടിട്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെ എല്ലാം ക്ഷീണം വരാൻ പോകുന്നത്, അല്ലെങ്കിൽ തിരിച്ചടി വരാൻ പോകുന്നത് ഇസ്രായേലിനാണ്. ഇസ്രായേൽ എന്ന രാജ്യം കത്തിക്കുമെന്നാണ് ആയത്തുൽ അലി ഖാംനേയി
പരസ്യമായി തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അമേരിക്ക ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്കയെ സഹായിക്കുന്ന എല്ലാ മിഡിൽ ഈസ്റ്റിലെ പ്രദേശങ്ങളും ഞങ്ങൾ ആക്രമിക്കും. അതൊന്ന് ഉറപ്പ് തന്നെയാണ്. പക്ഷേ സ്പെഷ്യലായിട്ട് ഈ ഇസ്രായേലിനെ ഞങ്ങൾ കത്തിച്ച് കളയും, ഇസ്രായേൽ എന്ന രാജ്യം പിന്നെ ഉണ്ടാവില്ല എന്ന് ഇറാൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു 10 ദിവസം ഇറാൻ ഇസ്രായേലിനെ അടിച്ചതേ ഉള്ളൂ. അതോടെ തന്നെ അവരെല്ലാം പൊളിഞ്ഞ് പാളിച്ചായി കിടക്കുകയാണ്. അത് വീണ്ടും ആവർത്തിച്ചാൽ ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാവില്ല. ഇത്തവണ പഴയതിനേക്കാൾ അവർ കൂടിയ സ്ഥാനം വെച്ചായിരിക്കും അവർ ആക്രമിക്കുന്നത്. ഇറാനെ ആക്രമിക്കാൻ ഒരുപാട് കാരണങ്ങളും അല്ലെങ്കിൽ വാദങ്ങളുമൊക്കെ അമേരിക്കയ്ക്ക് ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ഒരു യുദ്ധം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് നിർത്തിപ്പോവുക എന്നത് അമേരിക്കയെ സംബന്ധിച്ച് അത്ര നിസ്സാരമായൊരു കാര്യമല്ല. കേവലം ഒരാഴ്ച കൊണ്ട് ഗസയെ അടിച്ച് നിരപ്പാക്കി കളയുമെന്ന് പറഞ്ഞാണ് ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങിയത്. ലോകത്തിലെ ഏറ്റവും വൻ ശക്തിയാണെന്ന് ഓർക്കണം. കേവലം ഒരു സംഘടനയോട് അവർക്ക് 2 കൊല്ലത്തോളം അടിച്ച് ലാസ്റ്റ് അവർ പറഞ്ഞ എഗ്രിമെൻ്റ് അംഗീകരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇറാൻ ഭീഷണി മുടക്കുന്നത് വെറുതെ തള്ളിക്കളയാൻ അമേരിക്കയ്ക്ക് കഴിയൊന്നുമില്ല. ശരിക്കും യുദ്ധത്തിലേക്ക് ചാടിയാൽ അമേരിക്ക പെടാൻ തന്നെയാണ് സാധ്യത. കാരണം മിഡിൽ ഈസ്റ്റിൽ നിന്നും അമേരിക്കയ്ക്ക് ഒരു വിജയം അസാധ്യം തന്നെയാണ്. അതിന് റഷ്യയും ചൈനയും കൊറിയയും ഒന്നും അനുവദിക്കില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ അറേബ്യൻ മണ്ണിൽ കടന്ന് അമേരിക്കയ്ക്ക് ഒരു പടുമരണം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒപ്പം ഇസ്രായേൽ ശൂന്യമാവുകയും ചെയ്യും. എന്നാൽ ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.